ആ തൊണ്ട് പൊട്ടിച്ച് അതിൽ ഏകദേശം ഒരു 2500-3000 രൂപേൻ്റെ അടുത്തുണ്ടായി. ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് പണത്തിന്റെ പ്രാധാന്യം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യകത ഉണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ നമ്മുടെ സിസ്റ്റം, അതായത് സ്കൂൾസിലായാലും ഈവൻ കോളേജിലും ഈവൻ വീട്ടിൽ നിന്നാലും പോലും നമ്മൾ പണത്തിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല. ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ അവർക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ എന്തായാലും ചെയ്യണം. കാരണം നമ്മൾ ത്രൂ ഔട്ട് നമ്മളെ ലൈഫിൽ മൊത്തം കൈകാര്യം ചെയ്യുന്ന ഒരു സംഭവമാണ് മണി എന്നുള്ളത്. ഇപ്പം എൻ്റെ മോൻ 3 വയസ്സാണ്. അപ്പം ഞാൻ ഏകദേശം 2.5 വയസ്സായ സമയത്ത് അവനക്കൊരു തൊണ്ട് വാങ്ങിക്കൊടുത്തു. ഇത് എന്തിട്ടേക്കുക? പൈസ. എന്നിട്ട് അവനോട് പറഞ്ഞു, എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇതിൽ പൈസ ഇട്ട് വെക്കണം, കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്കൂട്ടർ വാങ്ങാം എന്ന് പറഞ്ഞു. അപ്പം ആദ്യമൊന്നും ഇങ്ങനെ ഇട്ട് വെക്കില്ല. അപ്പം ഞാൻ തന്നെ അവനെ കൊണ്ട് ഇടിപ്പിച്ചിട്ടും കുറച്ച് പൈസ ഇങ്ങനെ ഇട്ട് വെച്ചു. ഇടയ്ക്ക് പെരുന്നാൾ വന്ന സമയത്ത് കുറേയൊക്കെ സക്കാത്തും പൈസയും ഒക്കെ കൊടുത്തിട്ട് അതും ഇട്ട് വെച്ചിട്ടുണ്ടായി. ഇപ്പോൾ ഈ അടുത്ത് റീസെൻ്റ് ആയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ആ തൊണ്ട് പൊട്ടിച്ച് അതിൽ ഏകദേശം ഒരു 2500-3000 രൂപേൻ്റെ അടുത്തുണ്ടായി. അതും കുറച്ച് പൈസയും കൂടി കൂട്ടിയാണ്ട് ഞാനൊരു സ്കൂട്ടർ നമുക്ക് വാങ്ങിക്കൊടുത്തു. അപ്പോൾ അവനക്ക് ഇപ്പം ഭയങ്കര ബോധേടാണ്. ഇപ്പോൾ ഞാൻ ഓഫീസിൽ പോകുന്ന സമയത്ത് പിന്നീട് അപ്പം പൈസ പറഞ്ഞിട്ട് ഇപ്പോൾ പൈസ ഇട്ട് വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കാറ് വാങ്ങാന്നുള്ളത്. അപ്പൊ അതിലൂടെ അവൻ പഠിച്ചെടുത്തത് മണി ഇമ്പോർട്ടൻ്റ് ആണ്, എടുത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം എന്നോട് ചോദിക്കും, ഇപ്പം എനിക്കിന്ന് ഗ്രീൻ വേണം, ഇന്ന് ഗ്രീൻ കളറിൽ വേണം, ബ്ലൂ കളർ, വയലറ്റ് കളറുള്ളത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ കളേഴ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടും അപ്പോൾ നമുക്ക് മനസ്സിലായി വയലറ്റ് കളറുള്ളത് 100 രൂപയാണ്. അങ്ങനെ അതിൻ്റെ മൂല്യവും മനസ്സിലാക്കാൻ തുടങ്ങി. ഇപ്പോൾ കുഞ്ഞുനാൾ തൊട്ടേ അവർക്ക് ആ ഒരു തൊണ്ടോ അങ്ങനെ എന്തെങ്കിലും സിസ്റ്റം ആക്കിയിട്ട് ഒരു സേവിങ്സിന് ഇമ്പോർട്ടൻസ് കാണിച്ചു കൊടുക്കാം. പണത്തിൻ്റെ ഇമ്പോർട്ടൻസ് കുഞ്ഞുനാൾ തൊട്ട് പല രീതിയിലായിട്ട് നമ്മൾ നിർബന്ധമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം.